ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ജംഷിയോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. എൻ്റെ ഒരു ദിവസത്തെ ഹാഫ് ഡേ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ വ്ളോഗ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ രാവിലെ 5:30 ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായക്കുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. മോൾക്ക് മദ്രസ ഉണ്ട്, അവൾക്ക് 6:45 ആകുമ്പോൾ അവൾക്ക് മദ്രസയിൽ പോകണം. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കട്ടെ. അവളൊന്നും കഴിക്കാതെയാണ് പോവുക, എന്നാലും എൻ്റെ നിർബന്ധത്തിനും വേണ്ടി ഞാൻ ചായ കുടിപ്പിക്കും. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കണം. കടലക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഈ സമയത്ത് എണീക്കുമ്പോൾ എന്നും എൻ്റെ കൂടെ മോനുണ്ടാകും. ഇന്ന് എന്താണെന്നറിയില്ല, അവന് കുറച്ച് സമയമൊന്നും ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അവൻ ഉണർന്നാൽ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. കുടിക്കാനൊക്കെ ചുടുവെള്ളം ആവശ്യമുള്ളവർക്കൊക്കെ കുടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഫ്ലാസ്കൊക്കെ ഒഴിച്ച് വെച്ച് ബാക്കിയുള്ളേക്കാണ് ഞാൻ പാലും ഹോർലിക്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹോർലിക്സൊക്കെ ആയാൽ മോള് പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും. അപ്പോൾ ഞാൻ കടല അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് ഇന്ന് മദ്രസ ഉണ്ട്, ഒരാൾക്ക് ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് സ്കൂളിൽ. ഉച്ചവരെ ഉണ്ടാകുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോനും ഉണർന്നു കേട്ടോ. അപ്പോൾ മോൾ അവനെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഉറക്കം ഫുള്ള് ക്ലിയർ ആയിട്ടില്ല. എന്നാൽ അവനെ ഉറക്കിയിട്ടാണെങ്കിൽ ഉറങ്ങുന്നുമില്ല. ഭയങ്കര ഒരു അസ്വസ്ഥതയിലാണ്. അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഞാൻ അവിടെ ഇരുത്തിയതിന് ശേഷം പുട്ടാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് ഉതിർത്തുകയാണ്. പുട്ടുക്കും കറിക്കും വേണം തേങ്ങ. അപ്പോൾ രണ്ടുക്കും കൂടെ ഒരുമിച്ച് തേങ്ങ ഒക്കെ ഒന്ന് ചുരണ്ടി എടുത്തിവിടെ വച്ചതിന് ശേഷം ഞാൻ മോളൊരുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൾക്കൊന്ന് മദ്രസ ഉണ്ട്. അപ്പോൾ അവളൊന്ന് ഒരുക്കി റെഡിയാക്കി അവൾ പോകട്ടെ. അതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ. അപ്പോൾ അവൾ മദ്രസക്ക് പോയിട്ടുണ്ട്. ഇനി പുട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. മോനെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അവന് രാവിലെ ഇരിക്കാൻ ഭയങ്കര മടിയാണ്. ആരെങ്കിലുമൊക്കെ അവനെങ്ങനെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അവനിങ്ങനെ കരയുന്നുണ്ട്. മോൾക്കാണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ട്. അപ്പോൾ അവളവിടെ എഴുതുകയാണ്. അല്ലെങ്കിൽ മോള് എടുത്തുകൊണ്ട് നിൽക്കലാണ്. അപ്പോൾ അവളവിടെ എഴുതുകയാണ്. അപ്പോൾ അവന് ഇന്നെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ പുട്ടും കറിയൊക്കെ അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. നമ്മളൊരു ചെറിയ ജോലി ചെയ്താലും പാത്രങ്ങൾ ഒരുപാട് വൃത്തിയാക്കാൻ ഉണ്ടാകും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ. ഈ ഒരു ജോലി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞ പോലെ തോന്നും ഈ പാത്രങ്ങൾ ഒതുക്കുന്ന സംഭവം. പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്ലാബൊക്കെ ഒന്ന് തോത്തിയിടട്ടെ. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മോളും കൂടെ ചായ കുടിക്കട്ടെ. ഒരാൾ മദ്രസയിൽ പോയില്ലേ. അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ. അപ്പോൾ ഐസുവിനും കൂടെ കൊടുക്കാമെന്ന് കരുതി. അവന് വെള്ളപ്പൊക്കെ ആണെങ്കിൽ അവന് കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. എരിവില്ലാത്ത കറിയൊക്കെ ഉണ്ടാക്കിയാൽ അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവന് കുറച്ചൊക്കെ കഴിക്കും. ഞാനിതുവരെ പുട്ടൊന്നും അങ്ങനെ കൊടുത്തു നോക്കിയിട്ടില്ല. അപ്പോൾ പുട്ട് കൊടുത്ത് നോക്കുകയാണ്. കഴിക്കോ എന്താണെന്ന് അറിയില്ല, അവന് ഇഷ്ടപ്പെടുമോ അറിയില്ല. എന്തായാലും അവന് കുറച്ചൊന്ന് കൊടുത്തു നോക്കട്ടെ. അപ്പോൾ അവന് ചായ കുടിക്കുന്നതിന് ചെറിയൊരു വാശി കേട്ടോ. അവനവിടെ ഒരു സ്പൂണ് കണ്ടിട്ട് സ്പൂണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവന് കുറുമ്പ് കാണിക്കണത്.
അവന് പുട്ടൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ചായ സ്പൂണോണ്ട് ഇങ്ങനെ ചായ കൊടുത്ത് നോക്കി. ചായ കുടിച്ചതിന് ശേഷം അവനിവിടെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇവനിവിടെ ഇരുന്നൊന്ന് കളിക്കട്ടെ. ഞാനും മോളും കൂടെ ചായ കുടിക്കാൻ ഉള്ള പരിപാടിയിലാണ്. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം അവൾക്ക് ക്ലാസ്സിന് പോകാനൊക്കെ ഒരുങ്ങാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് മോള് ക്ലാസ്സിന് പോയി. ഞാനിവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഐസുവിന് കഞ്ഞി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആയി വരുന്ന സമയം കൊണ്ട് വേഗം പോയി അകൊക്കെ ഒന്ന് അടിച്ചു വരാനുള്ള പരിപാടിയിലാണ്. ഞാൻ അകം വേഗം അടിച്ചു വാരിയിടും കേട്ടോ. പിന്നെ ഫ്ലോർ ക്ലീനിങ് ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാ ജോലിയും കഴിഞ്ഞ് ലാസ്റ്റ് കുളിക്കാൻ സമയമാകുമ്പോൾ മാത്രമേ ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യാറുള്ളൂ. ആരെങ്കിലൊക്കെ പെട്ടെന്ന് വന്നാൽ വൃത്തികേടായി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേഗം ഒന്ന് അടിച്ചു വാരിയിടും. വൈസ് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ബോറടി, ആരും ഇല്ലല്ലോ. താത്തമാരൊക്കെ സ്കൂളിലും മദ്രസയിലും പോയി. അപ്പോൾ അവൻ ഒറ്റക്കായില്ലേ. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞാനിങ്ങനെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കണത് മോന് ബെഡ് വൃത്തികേടാക്കണ്ടെന്ന് കരുതിയിട്ട് വിരിച്ചിരുന്നതാണ്. അങ്ങനെ വേഗം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കട്ടെ. ഞാൻ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോൾ അവൻ എൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അടിച്ചു വാരലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഐസുവിൻ്റെ കഞ്ഞി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിടണം. തിളച്ചതിന് ശേഷം ഞാനത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാട്ടത് വേവിച്ചെടുക്കണത്. ഇനി ഉച്ചക്കുള്ള കറിയും ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഒന്ന് ഉച്ചക്ക് ഉപ്പേരി വാളൻ അമേരിക്കയാണ് കേട്ടോ. ഉപ്പേരി ഇത് ഉമ്മ അരിഞ്ഞ് കൊണ്ടുവന്ന് തന്നതാണ്. ഇനി കറി ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് സാമ്പാർ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ട് അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മോള് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവൾക്ക് ചായ എടുത്ത് കൊടുക്കട്ടെ. ഐസുവിന് കഞ്ഞിയും കൊടുക്കണം. അങ്ങനെ അവൾക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ ഐസുവിന് കഞ്ഞി കൊടുക്കുകയാണ്. അവനകത്തിരുന്ന് കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ്. പുറത്തു കൂടെ ഇങ്ങനെ നടക്കണം അവനും കൊണ്ടുവന്ന്. അവന് നല്ല ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി കുടിക്കണത്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിങ്ങനെ അവന് കഞ്ഞി കൊടുക്കുകയാണ്. പുറം കാഴ്ചകൾ കണ്ട് കുടിക്കണതാണ് അവന് ഏറെ ഇഷ്ടം. അപ്പോൾ അവന് സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ നമ്മളെ തക്കാളി മരത്തുമ്പോൾ തക്കാളി ഒരുപാട് പഴുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ 2 ആഴ്ച ആയിട്ട് കടയിൽ നിന്നൊന്നും തക്കാളി വാങ്ങാറില്ല കേട്ടോ. വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് വന്നു. സാമ്പാർ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പേരി വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കണം. അപ്പോൾ കറിയും ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വന്നിട്ട് മീൻ വാങ്ങിയിട്ട് അതൊന്ന് പൊരിക്കും വേണം. അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതിന് മുന്നേ ഞാൻ വേഗം ഐസുവിനൊന്ന് കുളിപ്പിക്കട്ടെ. അവന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അവനൊന്ന് കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളൊക്കെ ഫ്രീ ആയി ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവന് ഉറങ്ങണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു 10 മിനിറ്റ് പിടിക്കും. അപ്പോൾ അവന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് മെഷീനിലിട്ടാണ്. അപ്പോൾ ഞാൻ മുകളിലോട്ട് വന്നപ്പോൾ മക്കളുടെ റൂം അവർ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മോളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഫ്ലോറൊക്കെ ഒന്ന് വേഗം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മോനെ ഉണർന്നീനു കേട്ടോ. അപ്പോൾ മോൾ അവനെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾ ഫ്രഷ് ആയിട്ടുണ്ട്. അവളെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും വേഗം കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി മോന് ആദ്യം ഫുഡ് കൊടുക്കണം. മോന് ഫുഡ് കൊടുത്തതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതിന് മോള് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കഴിഞ്ഞ് അവളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഫുഡൊക്കെ ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ.
അപ്പോൾ മോൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൽ നിന്നുള്ളത് സാമ്പാർ, വാളനമരിക്കൻ്റെ ഉപ്പേരി, അതുപോലെ അയല ഫ്രൈ ചെയ്തതാണ്, പിന്നെ പപ്പടം, നല്ല മാങ്ങഞ്ചി അച്ചാർ കേട്ടോ എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. ഞാനും മക്കളും കൂടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി വ്ളോഗ്സും അതുപോലെ റെസിപ്പികളും ഒക്കെയായി ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.